എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, നീ എങ്ങനെ ജീവിക്കണം എന്നൊരു വിശ്വാസിയുടെ കാറ്റലോഗായി അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ. ഇന്ന് ആ ഖുർആനിന് ഞാനും നിങ്ങളും കൊടുക്കുന്ന സ്ഥാനം എന്താണ്? എന്റെ ബാംഗ്ലൂർ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖുർആനെ നെഞ്ചിൽ വെച്ചിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല. ആ ഖുർആനിനെ നമ്മുടെ ഹൃദയാന്തരത്തിന്റെ ഉള്ളറയില് ഏറ്റവും നല്ല ഒരു സുഹൃത്തായി വഴികാട്ടിയായി നാം എടുത്തു വെച്ചിരുന്നെങ്കിൽ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകാ എന്റെ പൊന്നുമോളെ നിനക്കൊരിക്കലും കഴിയുമായിരുന്നില്ല. ആ ഖുർആനിനെ നിന്റെ ഹൃദയാന്തരത്തിന്റെ ഉള്ളറയിലേക്ക് നീ ഇറക്കി വെച്ചിരുന്നെങ്കിൽ അല്ലാഹുവേ, ഉമ്മയെ ചവിട്ടുന്ന മക്കള് നമ്മുടെ കേരളത്തിലും മംഗലാപുരത്തും ബാംഗ്ലൂരും ഉണ്ടാവില്ലായിരുന്നു. ആ ഖുർആനിനെ നമ്മുടെ ഹൃദയാന്തരത്തിൽ നാം എടുത്തൊരു നല്ല കൂട്ടുകാരനെ പോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ അല്ലാ, മാതാവിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിച്ചരടിന് വേണ്ടിയിട്ട് ഉമ്മയുടെ കഴുത്തിറക്കുന്ന മൃഗതുല്യമായി ജീവിക്കുന്ന മക്കള് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ലായിരുന്നമ്മ. ഫുലൈൽ ഇബ്നു ഇയാദ്